So 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 9 മണിയാണ്. മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ്. വി ആർ ഇൻ ടു ഡേ 3 ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഹിയർ. എന്തോ സ്പെഷ്യൽ എന്തോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്? പൂരിയാണോ? നല്ല ക്രിസ്പി പൂരിയാണോ? അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുകയാണ്. പൂരി കൊള്ളാവോ? പൂരി കൊള്ളാവോന്ന്? അടിപൊളി. എത്ര പൂരി കഴിച്ചു? പൂരിയും വടയും ഉണ്ടോ? എന്തുവാ കഴിക്കാൻ? പൂരിയാണ്. ആ, വടയുണ്ടോ? വടയുണ്ടോന്ന്? ഓക്കെ. ഇന്ന് നല്ലൊരു ദിവസമാണ്. നല്ലൊരു പാനൽ ഡിസ്കഷനും മെയിൻ ടോക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഉറങ്ങിയോ? ഉറക്കമൊക്കെ ഉണ്ടായിരുന്നോ? പൂരി എങ്ങനെയുണ്ട്? പൂരിക്ക് ടേസ്റ്റ് ഉണ്ടോ? സോ വെരി ഗുഡ്. 500 യങ്സ്റ്റേഴ്സ് ഇവിടെ 3-4 ദിവസമായിട്ട് ക്യാമ്പ് ചെയ്ത് നല്ല അടിപൊളി ഒരു വൈബാണ്. ദിസ് ഈസ് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ് 2026. Grounded, equipped and networked in. ഓക്കെ. പുള്ളിക്ക് നാണമൊക്കെയാവുന്നു. Grounded, equipped and networked in Christ. Gen Z are celebrating Marthoma Students Conference 2026. എങ്ങനെയുണ്ട്? ഉറങ്ങിയോ? രാത്രി ഉറങ്ങിയോ? നിങ്ങളുടെ പ്രീന കൊച്ചമ്മ ഇന്ന് എന്നെ വിളിച്ചായിരുന്നു രാവിലെ. അപ്പൊ പോട കാര്യമൊക്കെ ചോദിച്ചു. അവിടുന്ന് 2 പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. എല്ലാരും അടിപൊളി വൈബിലാണ്. ഉറങ്ങിയോ? ആ, ഉറങ്ങി. അടിപൊളി. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ക്രിസ്പി പൂരിയൊക്കെ കുട്ടികൾ അപാര ഡിസിപ്ലിനോടുകൂടിയൊക്കെയാണ് കഴിക്കുന്നത്. നല്ല ക്യൂ ഒക്കെ നിന്ന് നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട്, പൂരി മസാല, വട, പൂർണ്ണാവരി. അച്ഛനെ കഴിക്കാൻ കൊടുക്കാതെ പിള്ളേരെല്ലാം അവിടെ നിന്ന് കഴിക്കുമോ? എനിക്ക് തോന്നില്ല. അത് ശരിയല്ല. അതിന് കൊടുക്കാൻ എന്താ? ഓക്കെ. അതുകൊണ്ട് സാറേ നമ്മുടെ ഒരു സീനിയർ ഫ്രണ്ടാണ്. എങ്ങനെയുണ്ട് ക്യാമ്പൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങള് 3-4 കോൺഫറൻസിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. അടിപൊളി. ഓക്കെ. നല്ലൊരു ചോദ്യമൊക്കെ ചോദിച്ചൊരു മോളാണ്. എന്തോ പേരെന്തോന്നോ പറഞ്ഞേ? ഏഞ്ചൽ. ഏത് പള്ളിന്നാ? നല്ലൊരു മിടുക്കിയാണ്. നല്ലൊരു അടിപൊളി ചോദ്യവും പ്രസംഗ മത്സരത്തിനും ഒക്കെ പങ്കെടുത്ത ആളാണ്. വെരി ഗുഡ്. ഗോഡ് ബ്ലസ് യു. എങ്ങനെയുണ്ട് കോൺഫറൻസ്? എങ്ങനെയുണ്ട്? ആർ യു എൻജോയിങ് ഇറ്റ്? നിങ്ങളൊക്കെ ഏത് പള്ളിക്കാരാ? എവിടാ? എവിടുന്ന് വരുവാ? തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. പൂരങ്ങളായ തൃശ്ശൂർ പൂരത്തിന്റെ നാട്ടുകാരാണ്. സോ നല്ലൊരു അടിപൊളി ഗ്യാങ് ആണ് ഇവര്. രാവിലെ പൂരിയൊക്കെ കഴിച്ച് വെരി ഗുഡ്. ഓക്കെ. എന്തോ എല്ലാരും വിഷമിച്ചിരിക്കുന്നേ? പൂരി കിട്ടിയില്ലേ? പിന്നെന്തോ ഒരു സന്തോഷമില്ലല്ലോ മുഖത്ത്. ഉറങ്ങിയില്ലെന്നാ തോന്നുന്നത്. ഓക്കെ. പൂരിയൊക്കെ കഴിച്ചോ? അടിപൊളി. എല്ലാരും ഒന്ന് കവർ ചെയ്തു. അയ്യോടാ, ഇത് ഹന്നയല്ലേ? എവിടാ? കാണാനില്ലല്ലോ. ഹന്ന ഞങ്ങളുടെ മാടമ്പൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറെ നാൾ താമസിച്ചത്. അതിന്റെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും. എന്താ ഹന്ന ഇങ്ങനെയൊക്കെ?
ഞങ്ങളുടെ അർപ്പിതയാണ്, എന്റെ ഫോർമർ സ്റ്റുഡന്റ് ആണ് അർപ്പിത എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വഭാരതിയിലെ സ്റ്റുഡന്റ് ഒക്കെയാണ്. അനുവച്ചന്റെ മോളാണ്. ഓക്കെ, അനുവച്ചൻ വരുവോ? ഇല്ല. എന്തോ പേരെന്തോ? സാന്ദ്ര. മോടെ പേരെന്തോ? ഓക്കെ, എല്ലാരെയും ഒന്ന് കണ്ടു പോകുന്നേ ഉള്ളൂ. ഇവയാണോ ഐവയാണോ? ഐവ പൊന്നു സിയർ നല്ല വളരെ ഒരു സ്മാർട്ട് ലീഡറാണ്, VBS ലീഡറാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയുണ്ട്? പൂരിയൊക്കെ അടിപൊളിയാണോ? ഓക്കെ, കാണാം. അതുകൊണ്ട് സാറേ ഉറങ്ങിയോ? അച്ഛൻ നല്ലോണം ഡാൻസ് ചെയ്യുന്ന അച്ഛനാണ്. അടിപൊളി ഡാൻസ് ഒക്കെയാണ്. അച്ഛന് എവിടെ, ഏത് പള്ളിയില്ല? ഞാൻ പാറ്റൂരാണ്. ഓക്കെ, വെരി ഗുഡ്. എന്തോ പൂരി തീർന്നോ? വെയിറ്റിംഗ് ഫോർ ദ പൂരി. നമ്മുടെ 114ാമത് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. നല്ലൊരു ദിവസമാണ്, ഒത്തിരി നല്ല പരിപാടികളൊക്കെ ഉണ്ട്. സോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അവിടെ കുറച്ചുപേര് മാറിയിരിക്കുന്നവരുണ്ട്. നിങ്ങൾ സെമിനാരി സ്റ്റുഡൻസ് വല്ലതും ആണോ? അല്ലല്ലോ. എന്തുകൊണ്ട്? എവിടുന്ന് വരുവാ? ഏത് പള്ളിക്കാരാ? ആണോ? എന്തോ ചെയ്യുവോ? എല്ലാരും കഴിച്ചോണ്ടിരിക്കുവോ? വേറെ പഠിത്തമൊക്കെ അത് ജോലിയാണോ? പഠിത്തം എവിടാ പഠിക്കുന്നേ? ഓക്കെ, എല്ലാരും ഞങ്ങൾ ഭദ്രാസനക്കാരാണ്. ഓക്കെ, നമ്മുടെ അടിപൊളി യങ്സ്റ്റേഴ്സ് ആണ്. അടിപൊളിയല്ലേ? പുള്ളിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ നോക്കുന്നില്ല. അടിപൊളി എന്ന് പറഞ്ഞു എന്നെയാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഫൈൻ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. പേരൊക്കെ എളുപ്പമെന്ന് പറഞ്ഞാൽ എല്ലാവരും. അബിയയും രണ്ടും അബിയയാണ്. പള്ളിയുടെ പേരോട് പറഞ്ഞേരെ. ഇവര് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. നല്ല മിടുക്കര് പിള്ളേരാണ്. 12ാം ക്ലാസ് കഴിഞ്ഞല്ലേ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സോ കോൺഫറൻസിന്റെ വൈബ് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ ഒരു നല്ല നിഷ്കളങ്കരായ ഇവന്റെ മുഖത്തൊന്ന് നോക്കി, എന്തൊരു തേജസ് നോക്കിയാണ്ടാ ചിരിയണ്ട. എന്തോ പേര് പറഞ്ഞു? മിലൻ. ഓ, ഇറ്റലിയിലെ ഒരു സിറ്റിയുടെ പേരാണ്. പപ്പ ഇറ്റലി വല്ലോ ആയിരുന്നു? എന്തോ പഠിക്കുവാ? ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, നല്ലൊരു പയ്യ. സോ കോൺഫറൻസിന്റെ വൈബ് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ ഒരു നല്ല നിഷ്കളങ്കരായ ഇവന്റെ മുഖത്തൊന്ന് നോക്കി, എന്തൊരു തേജസ് നോക്കിയാണ്ടാ ചിരിയണ്ട. എന്തോ പേര് പറഞ്ഞു? മിലൻ. ഓ, ഇറ്റലിയിലെ ഒരു സിറ്റിയുടെ പേരാണ്. പപ്പ ഇറ്റലി വല്ലോ ആയിരുന്നു? എന്തോ പഠിക്കുവാ? ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, നല്ലൊരു പയ്യ. സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ 3ാമത്തെ ദിവസം രാവിലെ 9:30 ആയിരിക്കുകയാണ്. നമ്മളിവിടെ പല കാര്യങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഒരു വണ്ടർഫുൾ ഗ്രേസ്ഫുൾ സപ്പോർട്ട് ടീം ഉണ്ട്. ഇവിടുത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിമാരാണ് ഇതെല്ലാരും. അതുകൊണ്ട് ഇവിടെ സ്കൂളിലെ സ്റ്റാഫാണോ നിങ്ങള്? എളുപ്പം പേര് പറയാവോ? റിനി, പിന്നെ സുനിജ, ദിവ്യ, വിജയലക്ഷ്മി, മഞ്ജുള, ഗിരിജ, ബിന്ദു. നിങ്ങളെല്ലാം ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർ തന്നെയാണോ? സെന്റ് തോമസ് സ്കൂളിന്റെ സ്റ്റാഫാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ കോൺഫറൻസിന് ശക്തി നിങ്ങളൊക്കെ ഉണ്ടായത് ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ട് തരുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ സഹോദരിമാർക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും നന്ദിയും സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ പേരിൽ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓ മൈ ഗോഡ്. രാവിലെ ഇങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിക്കുമ്പോൾ ഓരോരോ ചെറുപ്പക്കാരെയൊക്കെ പരിചയപ്പെടുകയാണ്. ഞങ്ങളുടെ അലക്സ് ഉണ്ട്, റോഹൻ ഉണ്ട്. ഇവര് തിരുവല്ല മാർത്തോമ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. എന്തോ പഠിക്കും? ഏത് ഡിഗ്രി കഴിഞ്ഞു? ഏതാ സബ്ജക്ട്? ഡിഗ്രി ഫൈനൽ ഇയർ, ബി എ ഇംഗ്ലീഷ്. അപ്പോൾ മാർത്തോമ കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കോളേജാണ്. ഞാൻ 94 തൊട്ട് 99 വരെ അവിടെ ഡിഗ്രി 5 വർഷം പഠിച്ച കോളേജാണ്. എങ്ങനെയുണ്ട് മാർത്തോമ കോളേജ്? ഓക്കെ, അടിപൊളിയാണ്. ഓക്കെ, വെരി നൈസ് ടു മീറ്റ് യു. ശരി, എൻജോയ് ദ കോൺഫറൻസ്. in
സോ രാവിലെ നമ്മുടെ CSS ബുക്ക് ഷോപ്പില് ഷൈസാറും മോൾജി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പുസ്തകമൊക്കെ വാങ്ങിക്കാൻ യങ്സ്റ്റേഴ്സ് ഒക്കെ വന്ന് ഏത് പുസ്തകമാണ് വാങ്ങിച്ചത്? ഡിവോഷൻ സ്റ്റിൽ സ്മോൾ വോയിസ്. നിങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ? ഏത് പള്ളിയാ, ഏതിടവകയാ? ഓക്കെ, പേരെന്തുവാ? ശ്രേയ. എവിടെ, ഏത് പള്ളി? അതുകൊണ്ട് നമ്മുടെ യൂത്ത്സ് ഒക്കെ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണം അല്ലേ? എക്സലന്റ്. അവിടെ ഇരിക്കുന്ന ഇത് കാണുന്ന യൂത്ത്സും വന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
എനിക്കൊന്നും ഭവിക്കത്തില്ല. മനം തകരുമ്പോൾ സംസാരമുണ്ട്. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വനവസരമേ എനിക്കൊന്നും പാടാമോ? ലാസ്റ്റ് ടൈം ചെയ്യുന്നത് എന്റെ Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Thank you. Grounded space. കുഴഞ്ഞ ചേറ്റിൽ നിന്നും ചെളിയിൽ നിന്നും സുസ്ഥിരമായ പാറമേൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച മക്കളാണ് പ്രിയരെ നിങ്ങൾ ഓരോരുത്തരും. യു ആർ പ്രിവിലേജ്ഡ് എന്ന് അച്ഛൻ പറഞ്ഞ വാക്കാണല്ലോ. യു ആർ പ്രിവിലേജ്ഡ്. എന്നാൽ we are making use that formative aspects as building blocks. The term I used yesterday. As building blocks to define, discover and redefine. When I say redefine, because it's an ongoing process. It's an ongoing process. Redefine your identity in Christ. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു സ്വത്വം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന വാക്യം built, rooted and built up in Christ. Seen in Jesus Christ. What it means to be a human, particularly in a changing time, that is being demonstrated through the life of Jesus Christ. യേശു ക്രിസ്തു എന്ന ഒരു നാളും പഠിച്ചാലും റിസർച്ച് ചെയ്താലും തീരാത്ത ഒരു വലിയ സത്യം, എ മിസ്റ്ററി. ഞാൻ ഇന്ന് ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എ മിസ്റ്ററി. ഒരു നാളും ഏത് കാലഘട്ടത്തിലും ഏത് പണ്ഡിതന്മാരും എത്രമാത്രം പാണ്ഡിത്യം ഉപയോഗിച്ച് റിസർച്ച് ചെയ്താലും തീരാത്ത നിത്യസത്യം, ജീസസ് ക്രൈസ്റ്റ്. ആ യേശു കർത്താവ് എന്ന രഹസ്യം, മിസ്റ്ററി, മിസ്റ്റീരിയോൺ, ആ റഫറൻസ് പോയിന്റിൽ മാത്രമേ എനിക്ക് എന്റെ യേശുവിനെ കാണാൻ പറ്റുകയുള്ളൂ. കാരണം ഹ്യൂമൻനെസ് ഇൻ ഇറ്റ്സ് പെർഫെക്ഷൻ ഈസ് സീൻ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓഫ് തിങ്കിങ്. അതൊരു മനുഷ്യ സ്വത്വത്തെ നമ്മുടെ ചിന്താശകലങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു 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 സാധ്യത. എനിക്കറിയാം, നിങ്ങൾ എല്ലാവരും കരിയർ ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ സ്കിൽസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിമിഷ നേരത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ്സ് കാണണം. അതിശയം, വിസ്മയമാണ്. വിരൽത്തുമ്പുകളിൽ വിസ്മയം. ഓരോരുത്തരുടെ കഥകളൊക്കെ പറയാൻ സമയം പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ കുറച്ച് നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ, ഇന്ന് സജീവച്ചൻ രാവിലെ ഓർപ്പിച്ചതുപോലെ 2 A+ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ആയിരിക്കും ദൈവത്തെക്കാൾ മേളിലാണ് നമ്മൾ. ഈ നമ്മളുടെ ചിന്തകളിൽ നമ്മളുടെ ഐഡന്റിറ്റിയെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള അപകടങ്ങൾ. When we think that human beings are thinking things, or brain on a stick, or theological storage system, or depository of knowledge, or container of information, let me तेरे चरणों में झुके आसमान और महिमा गाए सभी, जैसा है कोई नहीं। तेरे चरणों में झुके आसमान और महिमा गाए सभी,
तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा, गाए होसाना। तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा, तू है प्रभु। ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്ന് വിളിച്ച കർത്താവിന്റെ അപ്പോസ്തലനായ തോമസ് ലീഹായെ പോലെ സ്തുതിച്ചുവാക്കപ്പെട്ട വിശ്വാസം സുസ്ഥിരമായ പാറമേൽ, ചിന്തകൾക്കനുസൃതമല്ല, ഭോഗങ്ങൾക്കനുസൃതമല്ല, ഞങ്ങൾക്കുള്ള സാമൂഹിക മൂലധനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങളുടെ സ്നേഹങ്ങൾ. നമ്മുടെ യൂത്ത്സ് എല്ലാം ഉണ്ട്. ഇതൊരു ഫുള്ള് യൂട്യൂബ് വീഡിയോ ആയിട്ട് വരും മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ. അതിനുവേണ്ടി ഒരു വലിയൊരു പരിപാടിയാണ്. ഓക്കെ, കണ്ടായി സന്തോഷം എല്ലാവർക്കും. സോ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ബിഗ് സ്റ്റേജിൽ ഇതാ ഞങ്ങളുടെ ഡാനിയ ഞങ്ങളുടെ വിശ്വഭാരതി സ്റ്റഡി സർക്കിളിന്റെ ഒരു ഫോർമർ സ്റ്റുഡന്റ് ആണ്. ഇപ്പോഴും കണക്ഷനൊക്കെ ഉണ്ട്. വലിയ സ്മോൾ എമീസെ ക്രൈം ആണോ? ഇപ്പൊ ആള് ഒക്കെ സീരിയസ് ഒക്കെ ആയി ബാംഗ്ലൂരാ പഠിക്കുന്നത് അല്ലേ? ഡാനിയയുടെ ചേച്ചിയാണ് നമ്മുടെ ദിയ അല്ലേ? ദിയ ഇപ്പം UC കോളേജില്. പിന്നെ ഡാനിയേല ഇപ്പൊ 12th കഴിഞ്ഞു. ഇവര് നമ്മുടെ അഡ്വക്കേറ്റ് പ്രകാശ് സാർ എന്റെ അടുത്ത ഒരു സുഹൃത്താണ്. ഞങ്ങൾ 2004 സ്റ്റുഡൻസ് കോൺഫറൻസിലൊക്കെ ഒരുമിച്ച് തിരുവല്ലയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ സുനില ടീച്ചർ രണ്ടുപേരുടെയും മക്കളാണ്. ചേർന്ന് എല്ലാവരും കൂടെ 3 പേരുടെ ഫ്രെയിം പേരുണ്ട്. അപ്പോൾ നല്ല ഒരു സ്നേഹബന്ധം ഈ 3 പേരോടും ഉണ്ട്. ഇവരുടെ മാതാപിതാക്കളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഹായ് പറഞ്ഞു. സോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസിന്റെ നടത്തിപ്പുകാരൊക്കെ സാറൊക്കെ വന്നു. കണക്കും റിപ്പോർട്ടും ഒക്കെ ഇന്ന് ഉച്ചക്കത്തെ ബിസിനസ് സെഷനിൽ അവതരിപ്പിക്കണം. എന്തുകൊണ്ട് നല്ല കോൺഫറൻസാണ് ഈ വർഷവും. കഴിഞ്ഞ വർഷം നിങ്ങൾ ആ ഒരു ചേഞ്ച് വരുത്തിയത് ഒരു ഹൈ പ്രൊഫൈൽ ആക്കിക്കൊണ്ട് ഇവരത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇവരത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേ ഇതിൽ തന്നെ ഞാൻ ഓർത്ത് ഈ വർഷം ചിലപ്പോൾ ഇച്ചിരി ഡൗൺ ആകുമായിരിക്കും. പക്ഷെ അവർ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ല, അത് നല്ലതായിരുന്നു കേട്ടോ. മാർത്തോമ സഭയ്ക്ക് ഇതൊക്കെ ചെയ്യാനൊക്കുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. നമ്മൾ പറയാം അവിടെ ഇതിലൂടെ ചെയ്യാം, നമുക്കും ചെയ്യാം. വി ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ദാറ്റ് ഈസ് എ മെസ്സേജ്. സുഖമായിരിക്കുമല്ലോ? ഓക്കെ, കണ്ടേ സന്തോഷം. ടീ ടൈമാണ്. 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയി. ജ്യൂസും കടി എന്തോ ആയിരുന്നു? പരിപ്പോടായിരുന്നോ? പരിപ്പോടായിരുന്നു. കട്ട്ലൈറ്റും എന്തോ ജ്യൂസായിരുന്നു? പൈനാപ്പിൾ ജ്യൂസും അടിപൊളിയായിരുന്നു. ഫ്ലേവർ ആയിരുന്നു, കുഴപ്പമില്ല. വരുന്ന അപ്പോ നമ്മുടെ 2 ചുറുചുറുക്കുള്ള നല്ല ഗ്രേസ്ഫുൾ യങ്സ്റ്റേഴ്സ്. എന്തോ പേരെന്തോ? റിയ. ഏത് ഇടവകയാ? എന്തോ എടുക്കുവാ? ബിഎഡ് കഴിഞ്ഞു. എവിടാ ബിഎഡ് പഠിച്ചത്? ബിഎഡ് കാസർഗോഡായിരുന്നു, നീലേശ്വരം. ഓക്കെ, പറഞ്ഞോ. എന്റെ പേര് ടോമോൾ. ഞാൻ മാവേലിക്കര വർത്തമ ചർച്ചിൽ ഞാൻ വർക്ക് ചെയ്യുവാണ്. എവിടാ? മുംബൈയില്. ഏത് ഫീൽഡാ? നേഴ്സിംഗ് ആണ്. പേരെന്തോ പറഞ്ഞേ? ജോമോള്. ഓക്കെ, 2 നല്ല ഗ്രേസ്ഫുൾ യങ്സ്റ്റേഴ്സ്. ഗോഡ് ബ്ലസ് യു. നിങ്ങളൊക്കെ സഭയിലും സമൂഹത്തിലും ഒക്കെ നല്ല നന്മകൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ നമ്മുടെ കോൺഫറൻസിന്റെ മെയിൻ ടോക്ക് നടത്തിയ അബു അച്ഛൻ വളരെ, ഞാൻ പേഴ്സണലി ഒത്തിരി ആസ്വദിക്കുമല്ല, ഇതൊരു നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. ഒത്തിരി പ്രിപ്പയർ ചെയ്ത സാധനമാണ്. പഴയ നമ്മുടെ ഷാംപി അച്ഛൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്റ്റൈലുണ്ട്. അതിനേക്കാൾ നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു.
അതുകൊണ്ട് അച്ഛനോട് പ്രത്യേകം നമ്മുടെ UK രണ്ടുമൂന്ന് പേരുടെ സ്റ്റാറ്റസ് കണ്ട് നമ്മുടെ ചെങ്ങന്നൂരുകാരൻ ബിബി അറിയത്തില്ലേ, ബിബി പ്രത്യേകം പറഞ്ഞു നമ്മുടെ സ്വന്തം അച്ഛനാ. ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ്, ഞാനിത് സ്റ്റാറ്റസ് ഇന്നലത്തെ മെയിൻ ടോക്ക് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. പിന്നെ ഒരു റിജോ ദാനിയെ അറിയാമോ, മറ്റേ കുണ്ട്രയിലുള്ള, ഇവർ രണ്ടുപേരും പ്രത്യേകം പറഞ്ഞു. പിന്നെ നമ്മുടെ പ്രീന കൊച്ചമ്മ, മാത്യു സാമുവേൽ അച്ഛന്റെ, അങ്ങനെ ഈ 3 പേര് പ്രത്യേകം ഹായ് പറയാൻ പറഞ്ഞു. ഈ വീഡിയോ എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കണം, അതിന് തെളിവാക്കാൻ. നല്ലതായിരുന്നു. അച്ഛനിപ്പോ ഏത് പാരിശില? ആലപ്പുഴ സെന്റ് ജോർജ് ആണ്. രാവിലെ എമ്മോമൻ അച്ഛനും അച്ഛനെ പറ്റി അന്വേഷിച്ചു. നമ്മുടെ ഇവിടുത്തെ എമ്മോമൻ ജൂനിയർ. അപ്പൊ അച്ഛൻ എന്നെ രാവിലെ വിളിച്ചപ്പോ ഇതുപോലെ അച്ഛന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. സോ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു അച്ഛാ. സോ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൽ വന്ന് നല്ല പട്ടക്കാരെയും സുഹൃത്തുക്കളെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നദൻകോടെ വികാരി അച്ഛനാണ്. അച്ഛന്റെ ഫുൾ നെയിം എന്ന് പറയാ, മനോജ് ഇടിക്കള. നമ്മുടെ കിഴക്കുമുത്തൂറുമായിട്ട് കണ്ണോത്ത് ഫാമിലിയിലാണ് വൈഫ് അല്ലേ കൊച്ചുമ്മ? അമ്മ വീടാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ ബന്ധമുണ്ട്. മേപ്രാൽ ഇമ്മാനുവേലാണ് അച്ഛന്റെ ഹോം പാരീസ്. നമ്മുടെ മേഴ്സി ആന്റി കുറ്റപ്പെടുക ഉണ്ടായിരുന്ന ഇപ്പം അച്ഛന്റെ ഇടവകാംഗമാണ്. എന്നോട് രാവിലെ പറഞ്ഞ് അച്ഛനെ പോയി കാണണം, വന്നിട്ട് അച്ഛന് ഒരു ഹായ് ഒക്കെ പറയണമെന്ന് പറഞ്ഞ് അതിനായ വീഡിയോ എടുക്കുന്നത്. ശരി അച്ഛാ, താങ്ക് യു വെരി മച്ച്. കണ്ടതിൽ വലിയ സന്തോഷം. സോ 2 ബൈബിൾ സ്റ്റഡിയും 2 മെയിൻ ടോക്കും കഴിഞ്ഞപ്പോൾ അതിന്റെ തീം പ്രസന്റേഷൻ ബൈ ദ പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ്. ദേ ഹാവ് ഫോം സം 7 or 8 groups and 14 groups, and after group discussions, they are going to present their findings. That's a unique way, and the organizers are planning to make it as a whole video, and the world will. കോൺഫറൻസ് കുടുംബമേ, ലൈറ്റ് കത്തോലിറ്റി നിങ്ങൾക്ക് മുമ്പിൽ ഈ സമയം അവതരിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ചിന്തിക്കാൻ ലഭിച്ച വിഷയത്തെ ആസ്പദമാക്കി ഒരു ചെറിയ ചിത്രീകരണം. യഥാർത്ഥ സ്നേഹവും സ്വാർത്ഥമായ സ്നേഹവും തമ്മിലുള്ള ആന്തരം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം വെളിവാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രീകരണം. ഒരു ഓട്ടത്തിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നു. നിങ്ങൾ നല്ല പ്രോത്സാഹനം നൽകി വിജയിപ്പിക്കണമേ. Hallelujah, stotram, 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 hallelujah, stotram. പത്മനാഭന്റെ മണ്ണിൽ 114 കോൺഫറൻസ്. പത്മനാഭന്റെ മണ്ണിൽ 114 കോൺഫറൻസ്. സന്തോഷത്തിൻ നല്ല ദിനങ്ങൾ, ആഘോഷത്തിൻ നല്ലൊരു നാളുകൾ. സന്തോഷത്തിൻ നല്ല ദിനങ്ങൾ, ആഘോഷത്തിൻ നല്ലൊരു നാളുകൾ. ഹല്ലേലൂയ സ്തോത്രം, 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 ഹല്ലേലൂയ സ്തോത്രം. ഹലോ ഹലോ, നീ എവിടെയാണ്? ഞാനിവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എപ്പം കഴിയും? കമ്പൈൻ സ്റ്റഡി ആണ്. ഒരു 10 മിനിറ്റ് കൂടെ എടുക്കുമല്ലോ. ഓക്കെ, ഫ്രീ ആകുമ്പോൾ വിളിക്കേ. ഓക്കെ, തിരിച്ചു വരാം. ആരാ വിളിച്ചത്? വീട്ടിൽ നിന്ന് മമ്മിയാണ് വിളിച്ചത്. പ്രാർത്ഥനയുണ്ട്, പെട്ടെന്ന് അങ്ങ് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ ഓക്കെ, നാളെ കാണാവേ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പ്രാർത്ഥനയാണ്, വൈകിട്ട് വിളിക്കുകയൊന്നും ചെയ്യല്ലേ. ശരി, ഓക്കെ, ബൈ. ജൻസി തീവിൽ വന്ന
MTSC കോൺഫറൻസ് MTSC കോൺഫറൻസ് ഹല്ലേലൂയ സ്തോത്രം 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 പ്രണയം പ്രണയം എന്ന വികാരം കൊണ്ടു നടക്കും യുവതലമുറയെ എന്ന വികാരം കൊണ്ടു നടക്കും യുവതലമുറയെ പൊന്നുപോലെ പൊന്നുപോലെ പ്രേമക്കുഴിയിൽ വീഴല്ലേ പൊന്നുപോലെ പ്രേമക്കുഴിയിൽ വീഴല്ലേ ഹല്ലേലൂയ സ്തോത്രം 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 ഇതവണ്ണമേ വീണങ്ങാനും ഉള്ളോയിലേക്ക് വീണങ്ങാനും വീണങ്ങാനും ഉള്ളോയിലേക്ക് വീണങ്ങാനും ഹല്ലേലൂയ സ്തോത്രം 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 കണ്ണേ കരളെ എന്നു വിളിക്കും പൊന്നേ കൊടിയെ എന്നു വിളിക്കും കാശും പോയി സമയം പോയി ലൈഫും പോയി കോഞ്ഞാട്ടയായി സമയം പോയി ലൈഫും പോയി കോഞ്ഞാട്ടയായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പാട്ടൊക്കെ ആരെഴുതി? ആകെ മൊത്തം ഊറ്റലിലാണ് എന്നെ അവിടെ തേച്ചിട്ട് പോയി മൊത്തം ഊറ്റലിലാണ് എന്നെ അവിടെ തേച്ചിട്ട് പോയി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം എന്റെ അപ്പനന്മാ തന്ന സ്നേഹം കാണാതെ പോയി എന്റെ അപ്പനന്മാ തന്ന സ്നേഹം കാണാതെ പോയി ഹല്ലേലൂയ സ്തോത്രം 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 സ്നേഹത്തിലൂടെ ആഴമറിയും ഒഴുകാം സ്നേഹാരുവികളായി സ്നേഹത്തിലൂടെ ആഴമറിയും ഒഴുകാം സ്നേഹത്തിനരുവികളായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മനുഷ്യബന്ധങ്ങളെ കേവലം ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുന്നത് ഹൃദയബന്ധമായ താളുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റുള്ളവരെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണം മാത്രമായി കാണുന്ന രീതിയാണിത്. ഇവിടെ സ്വാർത്ഥതയ്ക്കാണ് മുൻഗണന. ഈ ബന്ധങ്ങൾ താൽക്കാലികവും ലക്ഷ്യം കഴിഞ്ഞാൽ അവസാനിക്കുന്നവയുമാണ്. പകരം ഒരു വ്യക്തി അവരുടെ ഗുണദോഷങ്ങളോടെ അംഗീകരിക്കുകയും അവരോട് ആദരവും കരുതലും കാണിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. മനുഷ്യരെ സ്നേഹിക്കുക എന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശരിയാണ്. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് മറ്റുള്ളവരിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ല, മറിച്ച് സ്വയം ശൂന്യമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കായി സേവനം ചെയ്യാനാണ്. താങ്ക് യു. എന്നാ പിന്നെ പോയേക്കട്ടെ 115 കാണാമേ എന്നാ പിന്നെ പോയേക്കട്ടെ 115 കാണാമേ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം. വെരി ഗുഡ്, വെരി ഗുഡ്. That is indeed a very energetic performance within such time and constraint. This group has prepared a truly wonderful performance. So let's give them. ഈ പാട്ട് എഴുതിയാരാ? Now I request Team Light Blue to come forward for your presentation. Team Light Blue, പാട്ട് you come എഴുതിയത് forward. നിങ്ങളൊക്കെയാണോ? പാട്ട് എഴുതിയത് നിങ്ങളൊക്കെയാണോ? Light Blue, your performance is next. Please be ready. സുമിന്റെ വീട്ടിലേക്കൊന്ന് യാത്ര പോവുകയാണ് നമ്മൾ.
ചുറ്റുപാടുമുള്ള റിയാലിറ്റിയിൽ നിന്ന് ഒരു രക്ഷ നേടാൻ സുബിൻ എന്ന ജെൻസി കണ്ടെത്തിയ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് പോകുന്നതാണ് നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത്. എന്തിനാ പൈസ എടുക്കുന്നേ? ഈ വീട്ടിലുള്ളത് ആള് തന്നെയാ ഞാൻ. ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുമ്പോ എന്നെ കൂടെ കൂട്ടാൻ പിന്നെ പൊതുവെ കാര്യം എനിക്കില്ല. വാട്ട് ഈസ് ദിസ്? ഇത് ഞാൻ എന്തിനാ നോക്കുന്നേ? വെറുതെ എന്റെ സമയം എന്തിനാ കളയുന്നേ? ഞാൻ കോൺഫറൻസിൽ ഞാൻ നോക്കുന്നു. എന്താ കോൺഫറൻസിന്റെ കൊണ്ടൊക്കെയായിട്ട് I have no friends also, first of all. No friends also, no one is my friend also. There's so much better and drinkable smoothies. Challenge. Yes, challenge for a big event. നിങ്ങൾ അറിഞ്ഞോ, യുവമത്സരങ്ങൾക്ക് വിശേഷവും അനുഗ്രഹീതവുമായ വർഷമാണിത്. എന്താണല്ലേ സ്റ്റുഡൻസ് കോൺഫറൻസ് ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മൾ നടത്തുന്നു. 114 Martoma Students Conference 2026 is happening from May 6 to May 9 at Dr. Joseph Martoma Auditorium, Coimbatore. അങ്ങനെ സുബിൻ എന്ന ജെൻസി നമ്മുടെ കോൺഫറൻസിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിലും ആ ടീമാണ് സുബിനെ ആകർഷിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോ മനസ്സിലായിരിക്കുന്നത്. അടുത്തായി നമുക്ക് ഒരു ആദ്യന്റെ വീട്ടിലേക്ക് ഒരു ചെറിയ യാത്രയ്ക്ക് പോയാലോ? അപ്പം 2026 ഫെബ്രുവരി മാസം 20-ാം തീയതി ഉള്ള ആദ്യന്റെ വീട്ടിലെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ആദ്യം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സ്റ്റുഡൻസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിയാണ്. ആൻഡ് ആദ്യന്റെ വീട്ടില് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഇപ്രാവശ്യം സ്റ്റുഡൻസ് കോൺഫറൻസിൽ വിളിച്ചില്ലേ? ഇപ്രാവശ്യം പ്രധാനപ്പെട്ട വെച്ചാ കഴിഞ്ഞ വർഷത്തെ പോലെ ആണെങ്കിൽ പൊളിക്കും. ഇപ്പൊ തന്നെ എനിക്ക് രോമാഞ്ചം എനിക്ക് വരത്തില്ലേ? ആ സിറ്റ് അത് ജോജോ. നമ്മുടെ പള്ളിയിലെ എനിക്ക് സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഇപ്രാവശ്യം ട്രിവാൻഡ്രത്ത് വെച്ചാ. സെറ്റ്, താങ്ക് യു. അച്ഛന്റെ അടുത്തും വേണം. 114-ാം സ്റ്റുഡൻസ് കോൺഫറൻസിലേക്കാണ് നമ്മൾ ഇനി കടന്നു വരുന്നത്. അങ്ങനെ മെയ് മാസം 6-ാം തീയതി ആയിരിക്കുകയാണ്. ഒരുപാട് ഉഷാറോടെ ഒരുപാട് എനർജിയോടെ കടന്നു വരികയാണ് സുബിൻ, ആദിൽ, അതുപോലെയുള്ള 500-ലധികം ഡെലിഗേറ്റ്സ് ആൻഡ് നമ്മുടെ അച്ഛന്മാരും എല്ലാവരും കടന്നു വരുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം റെഡിയല്ലേ? ഈ 2 ദിവസത്തേക്ക് ഓർക്കൊന്നും കാണത്തില്ലോ. എല്ലാവരും കൂട്ടുകാരെ കഴിച്ച് റെഡിയായി. നമുക്ക് അങ്ങോട്ട് പോയോ? നമുക്ക് ഓടിച്ചെടുത്തുള്ളൂ. വാ. It's been some time. I got to learn new things. I got to know more about God. I got to make good friends over here. മൈക്ക് അടുത്ത് പോയി മോനെ, മൈക്ക് അടുത്ത് പോയി. പരിപാടി ഇപ്പൊ തോന്നി. സൈഡിലോട്ട് വെക്കാം, കുറച്ചും കഴിഞ്ഞോട്ടോ. ഇപ്രാവശ്യം പൊളിക്കണം. പാട്ട് കേട്ടോ, കേറുമ്പോ ദിവസവും എനിക്ക് സമയം. അച്ഛന്മാരെ നമ്മളെക്കാൾ കൂടുതൽ എനർജി എനിക്ക് വലിയ ഞാൻ പറഞ്ഞ പോലെ
തുടക്കം കാണുന്നില്ല കേട്ടോ. നമുക്ക് റെഡിയായോ? നിങ്ങൾക്ക് അടിച്ച് പൊളിക്കണം ഈ ഭാഷ. ഒരു സെൻസ്. I have no friends. I'm just into the conference. I got to learn more about God and David and the Christian. So Instagram reels. Yes, I saw. I also do Instagram reels. Thank you. Yes. Coming to be your friends? Yes, sure. Fine. Last year I was like this. I was watched the reel and again. That's why this is a really good Insta page and all. And I also did not have much friends. Everyone was having so much fun. And I was stuck here. I didn't have any friends. I was actually confused and I was very sad. And one time, a friend called Jojo came and approached me. Oh, wow. And that guy actually changed my entire experience. Oh, wow. And now I came back this year just so I can meet with all these friends. Oh, praise Yes, I God. feel green. I'm going to be your friend, bro. Thank you so What's much. your name? My name is Subin. Let's go, Sivit. Let's have some fun together. Yes. Hi. ഡിജിറ്റൽ കണക്ഷൻസ് വേഴ്സസ് റിയൽ കമ്മ്യൂണിറ്റി. ഡിജിറ്റൽ യുഗത്തിലൂടെ കോൺഫറൻസിലേക്ക് കടന്നു വന്ന സുബിനെ നിങ്ങൾ കണ്ടിരിക്കുകയാണ്. ആൻഡ് അതിന്റെ കൂടെ ആദിൽ എന്ന കഥാപാത്രത്തെ നിങ്ങൾ കണ്ടു. ആൻഡ് റിയൽ കമ്മ്യൂണിറ്റി ഡിജിറ്റൽ കണക്ഷനിൽ തുടങ്ങി അതൊരു റിയൽ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. സോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആർ ജെൻസീസ് മോർ കണക്റ്റഡ് ഓർ ഐസൊലേറ്റഡ് എന്ന ചോദ്യത്തിന് അത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഉത്തരമാണ്. ആർ വി ചൂസിംഗ് ടു സ്റ്റേ കണക്റ്റഡ്, ആർ വി ചൂസിംഗ് ടു മേക്ക് റിയൽ കണക്ഷൻസ് എന്നുള്ള ചോദ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. സോ എല്ലാ ജെൻസിയോടും പറയാൻ വേണ്ടിയുള്ളത്, ലെറ്റ്സ് ടേക്ക് ദിസ് മൊമെന്റ് ടു ആക്ച്വലി മേക്ക് റിയൽ കണക്ഷൻസ് ഈവൻ ആസ് വി സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ ടു ഡിജിറ്റൽ എറ. താങ്ക് യു. We, Team Lebanon, invite you to the past, the surface of our busy world. Representing the title titled The Hidden Foundation, exploring the beauty of hidden disciplines and why unseen faith practices matter so much more than public spirituality. We live in a world that loves to be seen. We build performance. We raise our voices and we perform faith for a crowd. But in the middle of the noise, something is missing. The speaker shouts to the world, with people lost in their thoughts, chasing a digital reflection. This is spirituality on the surface. It looks bright, it looks stylish, but it's hollow. It's a life lived for lives of strangers, leaving the heart tired, stressed, and empty. When the lights go out, there is nothing left but the silence of a lonely room. But there is another way, a quiet way. It happens in secret places where no cameras follow. It is a prayer whispered in private. It is a hand held in a moment of pain. It is a gospel shared as a gift, not a lecture. These are the hidden disciplines. They don't look for a stage because they are busy building a foundation. Here, faith isn't a performance, it is a service. It is treating the sick and helping the broken, not for the praise of men, but for the love of God. Why does the unseen matter more? Because a tree is only as strong as its roots. You cannot see the roots, but they are the only reason the tree stands. Public display might get attention, but hidden prayer gives us peace. The world sees the outward appearance, but God looks at the heart. Don't just build a life that looks good to the world. Build a life that is rooted in the quiet. Steady truth. In the end, the noise will fade. But what is done in secret will last forever.
Thank you all. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ക്രിസ്തുവിനെ ശരിക്കും അനുഗമിക്കുന്നുണ്ട്. അതോ ആത്മീയമായ ചില അനുഭവങ്ങൾ മാത്രം ആസ്വദിച്ച് മടങ്ങുകയാണ്? ഈ ഒരു ചോദ്യം ഇന്ന് ഓരോ വിശ്വാസം സ്വയം ചോദിക്കേണ്ടതാണ്. അനുഭവങ്ങൾ ആസ്വദിക്കുന്നവരും ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നവരും നമ്മുടെ ആത്മീയ യാത്ര ഈ ദിശയിലേക്കാണ്. Are we just pilgrims, tourists? Are we just consumed by experiences or actually walking with Christ daily? We, the deep presence before you. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു. എന്തായാലും കണ്ണുള്ളവരെ കാതുള്ളവരെ പാടി പക്ഷം കഥകളുണ്ടേ നന്മകൾ ചേരുള്ള കഥകളാണേ. കുഞ്ഞോമനെ ഇത് ചേരണില്ല കാണാൻ. ഇത് സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത്. അച്ഛന്മാർക്കുണ്ടോ, തിരുമേനിക്കും ഉണ്ട്. യാത്രകൾ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും അല്ലെ? ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ നമ്മളെ യാത്രകൾ പഠിപ്പിക്കും. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ പഠിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും. ഒരു കൂട്ടമല്ലേ, പള്ളിയല്ലേ ഇത്? ഹലോ മക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ വരാറുണ്ടോ? വല്ലപ്പോഴും എക്സാമുകളൊന്നും ഇല്ലാത്തപ്പോൾ മാത്രം. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇപ്പോൾ സമയം ഇപ്പോൾ തീയതി മെയ് 8-ാം തീയതി 1 മണി കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓ, അത് കൊള്ളാം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറില്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഉണ്ട്. ഓ, അത് കൊള്ളാം. നമ്മളുടെ ജീവിതം എപ്പോഴും ഇങ്ങനെയാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ കരുതാൻ നമുക്ക് സമയമില്ലായിരിക്കും. മത്തായിയുടെ സുവിശേഷം പറയുന്നത് പോലെ, നിങ്ങളുടെ ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, കുടിപ്പാൻ തന്നു, ഞാൻ വ്യവസ്ഥനായിരുന്നു, നിങ്ങൾ എന്നെ ഒഴിപ്പിച്ചു. പക്ഷെ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മളുടെ കൂടെയുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും? എപ്പോഴും നമ്മളുടെ കൂടെയുള്ളവർക്ക് വേദന അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് അവരെ കൂടെ നിർത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഈശ്വരനെ തേടി നടക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരിലേക്ക്, പള്ളികളിലും ദേവാലയങ്ങളിലും മാത്രം നമ്മൾ ഈശ്വരനെ കാണുമ്പോൾ
നമ്മളുടെ ചുറ്റുമുള്ള ഇടങ്ങളിൽ നമുക്ക് ഈശ്വരനെ ദർശിക്കുവാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും മറ്റുള്ളവരിലെ ഈശ്വരനെ ദർശിക്കുവാൻ സാധിക്കണം. ജീവിതം ഒരു യാത്രയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ആ യാത്രയിൽ നമ്മൾ ആരാണ്? കയ്യിൽ ക്യാമറയും മനസ്സിൽ സെൽഫി പോയിന്റുകളുമായി നടക്കുന്ന ഒരു ടൂറിസ്റ്റോ, അതോ ഓരോ ചുവടിലും ക്രിസ്തുവിന്റെ ഗന്ധം തിരിച്ചറിയുന്ന ഒരു തീർത്ഥാടകനോ? ടൂറിസ്റ്റ് അനുഭവങ്ങളെ ഉപഭോഗം ചെയ്യുന്നു. അവർക്ക് കംഫോർട്ട് സോണുകൾ പ്രധാനമാണ്. ക്രിസ്തുവിനെ അവർ ഒരു ചരിത്ര സ്മാരകമായോ വെറും ഒരു കാഴ്ചയായോ കാണുന്നു. എന്നാൽ തീർത്ഥാടകൻ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നു. ആ യാത്രയിൽ കുരിശുണ്ട്, വിയർപ്പുണ്ട്, തളർച്ചയുണ്ട്, പക്ഷേ ലക്ഷ്യവുമുണ്ട്. നമ്മുടെ വിശ്വാസം കേവലം ഞായറാഴ്ചകളിലെ ഒരു ആഘോഷമോ അതോ അനുദിന ജീവിതത്തിലെ ഒരു വഴി നടത്തുമോ? ഓർക്കുക, ക്രിസ്തു നമ്മെ വിളിച്ചത് അവന്റെ അത്ഭുതങ്ങൾ കണ്ട് കൈയടിക്കാനല്ല, മറിച്ച് അവന്റെ പിന്നാലെ നടക്കാനാണ്. താങ്ക് യു. മക്കളെ, നമുക്കൊന്നിച്ച് മുൻപോട്ട് പോകാം, യാത്ര ചെയ്യാം. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരന്റെ വാസം, അവിടെയാണീശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. Thank you, Vipin, for this. It's a blessed experience to have with the young priest of മാർത്തോമാ ചർച്ച്. എല്ലാവരും നമ്മുടെ സഭയ്ക്ക് വേണ്ടി, യൂത്ത്സിന് വേണ്ടി നല്ല ഒരു ശുശ്രൂഷയാണ്, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ. Follow the crowd. Your value depends on approval. Slowly, we begin to lose ourselves.
Algorithms shapes our thoughts. Influences shape our desires. Culture shapes our identity. And the soul becomes tired, confused, empty. But before the word spoke, Christ already called us his own. He says, "You are fearfully and wonderfully made. Come to me, all who are weary. Abide in me." Christ does not shape us through pressure, but through love, not to fit into the world, but to be transformed. The world may influence us for a moment, but only Christ can transform us eternally. So today, ask yourself, who is shaping you? Algorithms, influencers, culture, or Christ? Romans chapter 12 verse 2 says, "Do not conform to the pattern of this world, but be transformed by the renewing of your mind." Thank you. വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളിയായിരുന്നു, സൂപ്പർ. ഈ കോൺഫറൻസിന്റെ മറ്റൊരു ദിവസത്തിന്റെ എല്ലാ നന്മകളും അത് ഞങ്ങളുടെ ദൈവത്തോട് ചേർന്ന് സ്വീകരിക്കുന്നതിന് ദൈവസന്നിധിയിൽ വചന മുഖാന്തരം ഞങ്ങളെ തന്നെ രൂപപ്പെടുത്തുന്നതിനും രൂപാന്തരപ്പെടുത്തുന്നതിനും നീ ഞങ്ങളെ ഇടയാക്കിയ എല്ലാ നല്ല അനുഭവത്തിനായി ഈ സാഹചര്യത്തിലെ എല്ലാ നല്ല സാധ്യതകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ്, ഈ കോൺഫറൻസിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ അനുഗ്രഹത്തിനായും ഞങ്ങളുടെ ജീവിതത്തെ തിരുമുൻപാകെ ഒരിക്കൽ കൂടെ ദർശനമുള്ളതായി സാക്ഷ്യമുള്ളതായി മാറ്റിയെടുക്കുന്നതിനും കർത്താവ് ഞങ്ങളെ സഹായിക്കും. എല്ലാവരും ചിരിച്ചോ? നമ്മുടെ കോൺഫറൻസിന് വന്ന നമ്മുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ വൈസ് പേട്രൺ തിരുമേനയുടെ കൂടെ സന്തോഷിക്കുന്ന അതിമനോഹരമായ നിമിഷമാണ്. എല്ലാരും ചിരിച്ചേ, സന്തോഷിച്ചേ. ഓ there you are, wonderful moments. റെഡി പറ, ഒന്നുകൂടെ പറയണേ. 3, 2, 1, റെഡി. അവിടെ അടുത്ത ടീം ആരെയാ? തിരുമേനിക്ക് വേണ്ടി കസേര അവിടെ ഒരുക്കിയേക്കോ. So these youngsters are really rocking at Tiruvandhuram St. Thomas School. This is wonderful, amazing moments here. Don't hope you are enjoying it. Enjoying-ഇല്ലേ? അടിപൊളിയല്ലേ? നമ്മെ ആത്മീയമായി നയിക്കുന്ന പിതാക്കന്മാരോടൊപ്പം നമ്മുടെ യുവജനങ്ങൾ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. വണ്ടർഫുൾ. യെസ്. സോ ഡേ 3 138 നല്ല തനി നാടൻ ഊണാണ്. പപ്പടപ്പൊടി കാരണം ഇതിപ്പോ കാണത്തില്ല. നല്ല പയറ് മെഴുക്ക് പുരട്ടിയും കപ്പ വേവിച്ചതും അച്ചാറും പായസവും മീൻകറി ഉണ്ട്. ഞാൻ വെജായുണ്ട്, മീൻകറി എടുത്തില്ലെന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ലഞ്ച് ടൈം അറ്റ് മാർ തോമസ് സ്റ്റുഡൻസ് കോൺഫറൻസ്. വരുന്നോ? ഏത് പള്ളിയാ? ശ്രീകാര്യത്ത. കഴിക്കുന്നില്ലേ? സാറ് നമ്മുടെ മാഗസിൻ സുവനിയറിന്റെ എഡിറ്റോറിയൽ ബോർഡ് ചെയർമാനൊക്കെ ആയിരുന്നു. നല്ലൊരു ജോലിയാണ്. സാറ് കമ്മിറ്റിയിലുള്ളതാണോ? കമ്മിറ്റിയിലുള്ളതാ. എന്തോ പേര്? ഓക്കെ ഓക്കെ.